പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ നിന്നുകൊണ്ട് തന്നെയാണ് ആരാധന കൂടുന്നത്. പ്രിയപ്പെട്ടവരെ, വലിയ സാക്ഷ്യങ്ങൾ സമയത്തിൻ്റെ മേലുള്ള, സ്ഥലങ്ങളുടെ മേലുള്ള ദൈവാധികാരത്തെ വീണ്ടും അനുഭവങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, ഉടമ്പടി പ്രാർത്ഥനയിൽ നമ്മൾ തിരിച്ചറിഞ്ഞ ദൈവത്തെ പ്രഘോഷിക്കുകയാണ്. ചില അടയാളങ്ങളിലെല്ലാം ഞാൻ നോക്കുന്നത് അതിനുള്ളിലുള്ള ദൈവാധികാരം എങ്ങനെയാണ് പ്രകടമായിരിക്കുന്നതെന്നാണ്. അങ്ങനെയുള്ള സാക്ഷ്യങ്ങളെയാണ്, ഉടമ്പടി നേച്ചറും ഫീച്ചറുമുള്ള സാക്ഷ്യങ്ങളെയാണ് നമ്മൾ സാധാരണ മെയിൻ ഓർഡറിലേക്ക് പ്രൊമോട്ട് ചെയ്യണത്. അതിലൊരു സാക്ഷ്യമാണ് നമ്മുടെ ഷൈനി ജാക്സൻ്റെ സാക്ഷ്യം, ടീച്ചറിൻ്റെ സാക്ഷ്യം. ടീച്ചറിൻ്റെ സാക്ഷ്യം എന്താണ് നമ്മൾ കേട്ടത്? അവർക്ക് അടിവയറ്റിൽ ഗർഭപാത്രത്തിൽ ഒരു സിസ്റ്റ് വളരുകയാണ്. അപ്പം അതിൻ്റെ ബ്ലീഡിങ്ങും കാര്യങ്ങളും അവരനുഭവിക്കുന്ന മഹാസങ്കടങ്ങളെല്ലാം ടീച്ചർ അതിമനോഹരമായിട്ട് വിശദീകരിച്ചു. അതിനുശേഷം എന്താണ് ദൈവികമായ ഇടപെടലിൻ്റെ മുഹൂർത്തം, എന്താണ് അതിനുള്ള ഉടമ്പടി കണക്ഷൻ, എന്താണ് ശരിക്കും നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ ആ ഉടമ്പടി വിധി പ്രകാരം ദൈവം നമ്മളെ സഹായിക്കുന്ന കുറേ പ്രാർത്ഥനാ രീതികളുണ്ട്. ഉടമ്പടി ചെയ്തതിന് ശേഷം ടീച്ചർ ആരാധന കൂടിക്കൊണ്ട് നിൽക്കുമ്പോൾ, നിങ്ങളെല്ലാവരും ആരാധന കൂടുമ്പോൾ അച്ഛൻ അൾത്താരയിൽ നിന്ന് എന്നാ പറഞ്ഞത്? അടിവയറ്റിൽ വേദനയുള്ളവർ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുക. ശരീരഭാഗങ്ങളിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് ഉടമ്പടിയുടെ രീതിയാണ്. ശരീരഭാഗങ്ങളിൽ കൈവച്ച് ശിരസ്സിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നവർ ശരീരഭാഗങ്ങളിൽ കൈവച്ച് പ്രാർത്ഥിക്കും. എബ്രാഹാം തൻ്റെ മകൻ ഇസഹാക്കിനെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചുകൊണ്ട് ഏറ്റവും മുതിർന്ന ഭൃത്യനെ വിടുമ്പോൾ തുടയുടെ അടിയിൽ കൈവച്ച് ആണ് ഉടമ്പടി ചെയ്യിക്കണത്. എന്നിട്ട് എബ്രാഹാം പറയും, ഞാൻ നിന്നെക്കൊണ്ട് ഉടമ്പടി ചെയ്യിക്കണ രണ്ട് കാര്യം എന്താണ്? ഒന്ന്, ഈ നാട്ടിൽ നിന്ന് ദൈവത്തെ അറിയാത്തവരെ നീ എൻ്റെ കുടുംബത്തിലേക്ക് പങ്കാളിയായി കൊണ്ടുവരത്തില്ലെന്ന് നീ ഉടമ്പടി ചെയ്യണം. നിബന്ധനയാണത്. നമ്മൾ മരിയൻ ഉടമ്പടി ചെയ്യുമ്പോഴും അത് നമ്മൾ ഉടമ്പടി ചെയ്യുന്നുണ്ട്. എന്താണ്? ദൈവത്തിന് നിരക്കാത്തതും വിശ്വാസത്തിന് വിരുദ്ധമായ ഒന്നും ചെയ്യത്തില്ലെന്ന് ഉടമ്പടി ചെയ്യും. സ്തുതിയുടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉടമ്പടി ആടെ നാമത്തിലാണ് ചെയ്യണത്. ആദ്യം എബ്രാഹാം ഭൃത്യനുമായിട്ട് ചെയ്യണത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 24-ാം അധ്യായം 2-3 വാക്യങ്ങളാണ് ഇപ്പോഴും നമ്മൾ ഉടമ്പടി പ്രകാരം ധ്യാനിക്കുന്നത്. എന്താണ് എബ്രാഹാം പറയണത്? ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഉടയവനായ ദൈവനാമത്തിലാണ് ഞാനീ സത്യം ചെയ്യിക്കുന്നത് എന്നാണ് എബ്രഹാം പറയണത്. വെറുതെ ദൈവനാമത്തിലെന്നല്ല പറയണത്. ഉടമ്പടി ചെയ്യുമ്പോഴെപ്പോഴും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും, അതാണ് ഉൽപ്പത്തി 24:3. ആകാശം എന്ന് പറയുന്നത് എന്താണ്? സമയം. ഭൂമി എന്താണ്? സ്ഥലം. ദൈവത്തെ മനുഷ്യൻ ഓർക്കുമ്പോൾ സ്ഥലത്തിൻ്റെ മേലും സമയത്തിൻ്റെ മേലുമുള്ള ഉടയവനായിട്ടാണ് ഓർക്കുന്നത്. ഉടമ്പടി എപ്പോഴും അങ്ങനെയാണ് പോണത്.
അതുകൊണ്ടാണ് കൊച്ചുത്രേസ്യ സാക്ഷ്യം, നെന്മാറ സാക്ഷ്യം പറഞ്ഞപ്പോൾ 35 വയസ്സുള്ള മകനാ, 35 വയസ്സുള്ള മകൻ ഉടമ്പടി എടുത്ത 35 ദിവസത്തിനുള്ളിൽ അവൻ്റെ വിവാഹ തടസ്സം മാറുകയാണ്. സമയത്തിലാണ് ചുരുക്കം സംഭവിക്കുന്നത്. ഉടമ്പടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ 36, 37, 38 വയസ്സായിട്ട് നീണ്ടുപോകും. സമയച്ചുരുക്കം സംഭവിക്കും ഉടനെ. കാര്യം എന്താണ്? സമയം. ആകാശത്തിൻ്റെ മേലുണ്ട് ഉടയവൻ്റെ പേരിലാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്. മരിയൻ ഉടമ്പടി അങ്ങനെയാണ്. സമയമായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയം നടക്കണമെങ്കിൽ സമയം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോഴും നമ്മുടെ ആവശ്യത്തിനൊന്നും വേണ്ട ആ സമയത്ത് ദൈവിക ഇടപെടലിൻ്റെ സമയമല്ല എന്നുണ്ടെങ്കിൽ സമയത്തെ അനുകൂലമാക്കിയെടുക്കണം, ചുരുക്കിയെടുക്കണം. അതിനെന്താണ്? അവൻ പറയണത് പോലെ ചെയ്യണം. നമ്മുടെ എല്ലാ കാരുണ്യ പ്രവൃത്തികളും സമയച്ചുരുക്കത്തിന് വേണ്ടിയുള്ളതാണ്, കൃപ അഭിഷേകത്തിന് വേണ്ടിയുള്ളതാണ്, ചുരുക്കി പറഞ്ഞാൽ ദൈവികമായ ഇടപെടലിനുള്ളതാണ്. അതുകൊണ്ടാണ് കാരുണ്യ പ്രവൃത്തികൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് കൗൺസിലിനെ വെച്ച് ഞങ്ങൾ നിങ്ങളുടെ ആധ്യാത്മിക സ്ഥിതി, ആത്മസ്ഥിതിയെ വിലയിരുത്തുന്നത്. അത് വളരെ ഗൗരവതരമായൊരു വിഷയമായതുകൊണ്ട് അത് ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ പ്രശ്നമാണ്. കാര്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്ഥലത്തിൻ്റെ മേലും, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. കർത്താവിൻ്റെതാണ് സമയം, കർത്താവിൻ്റെതാണ് സ്ഥലവും കർത്താവിൻ്റെതാണ്. 89-ാം സങ്കീർത്തനമില്ലേ, 11-ാമത്തെ വാക്യം. ആകാശം കർത്താവിൻ്റെതാണ്, സമയം അതായത് കർത്താവിൻ്റെതാണ്, സ്ഥലവും ഭൂമിയും കർത്താവിൻ്റെതാണ്. ഈ സ്ഥലത്തിലും സമയത്തിലും ദൈവിക ഇടപെടൽ വിശ്വാസി അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ സമയങ്ങൾ ആനന്ദിക്കണത്, നമ്മുടെ സ്ഥലങ്ങളും ആനന്ദിക്കും. അതാണ് സങ്കീർത്തനം പറയുന്നത് 96:11. ആകാശം ആനന്ദിക്കട്ടെ എന്ന് പറയും. ആകാശം ആനന്ദിക്കട്ടെ പറഞ്ഞ്, ഭൂമി ആനന്ദിക്കട്ടെ. അപ്പോഴും സമയവും അതിൻ്റെ സ്ഥലങ്ങളും അതിൻ്റെ സാധ്യത എന്താണ്? ആനന്ദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓരോരോ സമയത്ത് ജോലി കിട്ടുമ്പോൾ, ഇപ്പോൾ 12 വർഷങ്ങളായിട്ട് കാനഡ PR വേണ്ടി ശ്രമിക്കുകയും അത് കിട്ടിക്കഴിയുമ്പോൾ അവർക്കൊരു ആനന്ദമുണ്ടാകും. അവരുടെ സമയം സന്തോഷിക്കും, അവരുടെ ആകാശം ആനന്ദിക്കും, അവിടെ ഭൂമി ആനന്ദിക്കും. ആകാശത്തിനും ഭൂമിക്കും ആനന്ദിക്കാനുള്ള വ്യത്യസ്തങ്ങളായ മേഖലകൾ പറയും. വനവൃക്ഷങ്ങൾ ആനന്ദിക്കട്ടെ, വയലേലകൾ ആനന്ദിക്കട്ടെ എന്ന് പറയും. എന്ന് വെച്ചാൽ ജീവിത ചുറ്റുപാടുകളെല്ലാം, നമ്മുടെ പ്രകൃതികളെല്ലാം എന്താണ്? ദൈവികമായ ഇടപെടൽ വരുമ്പോൾ ആനന്ദിക്കാനുള്ളതാണ്. ആനന്ദം ഒരു അനുഭവമായി നൽകണതും വാഗ്ദാനം നൽകണതും കർത്താവിൻ്റെ വചനത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഒന്നാണ്. കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ടീച്ചറിൻ്റെ നിർബന്ധം എന്തായിരുന്നു? ഓപ്പറേഷൻ നടത്തരുത്. അതിനവർ പറഞ്ഞ കാര്യം എന്താ? ഓപ്പറേഷൻ നടത്തിയാൽ വീണ്ടും 90 ദിവസത്തെ ചികിത്സ. കുഞ്ഞുങ്ങൾക്ക് 10ാം ക്ലാസ്സാണ്, അവിടെ പഠനത്തെ വളരെ ജെനുവിൻ റീസണാണ്. ഈ ജെനുവിൻ റീസൺ നമ്മുടെ കാര്യത്തിനേക്കാൾ ഉപരി നമ്മുടെ കുടുംബത്തിൻ്റെയോ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഒരു കാര്യം ദൈവത്തിരുസന്നിധി വെച്ചാൽ ദൈവം രക്തം ഇല്ലാതെ, രക്തം പൊടിയാതെ ഓപ്പറേഷൻ ചെയ്യും. ആരാധനയും നടക്കുന്നത് അതാണ്. അവരെന്നാ പറഞ്ഞത്? കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തോ പറിച്ചെടുക്കണ പോലെ ഒരു ഡെലിവറി പെയിൻ എന്നാണ് അവർ പറഞ്ഞത്. പ്രസവ വേദന പോലൊരു വേദന ഞാൻ അനുഭവിച്ചുവെന്ന്. എന്താ കാര്യം? അമ്മ മാതാവ് ഓപ്പറേറ്റ് ചെയ്യുകയാണ്. അവിടെ സിസ്റ്റ് ഗർഭാശയത്തിൽ നിന്ന് പറിച്ച് മാറ്റുകയാണ് സെക്കൻഡുകൾക്കുള്ളിൽ.
ഒരു തുള്ളി രക്തം പൊടിയാതെ ഈ ഹോളിൽ ആരാധന സമയത്ത് ഓപ്പറേഷൻ നടക്കുകയാണ്. ശ്രുതിയുടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ഇത്തരം സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ എന്തിനാണ് അച്ഛൻ നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തുന്നത്? ഒരു മാസം ഒരു പ്രാവശ്യമെങ്കിലും ഉടമ്പടി എടുത്തവർ വന്ന് ആരാധന കൂട്ടുന്ന ഈ സാക്ഷ്യം നമ്മൾ നേരിട്ട് കേൾക്കുമ്പോൾ, ഈശോ നേരിട്ട് എഴുന്നള്ളിയിരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം. വിശ്വാസത്തിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ പുള്ളിങ് പവർ വർദ്ധിക്കണം. വിശ്വാസത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. കർത്താവിൻ്റെ കാര്യങ്ങൾ, അടയാളങ്ങൾ കാണുന്തോറും കേൾക്കുന്തോറും വിശ്വാസം വർദ്ധിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പറയുന്നത്, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ചില കാര്യങ്ങൾ നിറവേറണമെങ്കിൽ, ഹെവി ഡ്യൂട്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയാണ് അടയാളങ്ങൾ കാണിക്കണത്. ദൈവം അങ്ങനെ ചെയ്യണത്. കാര്യം ഓരോ അടയാളങ്ങൾ കാണിച്ചപ്പോൾ കാനായിലെ കല്യാണത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ജനങ്ങളെ വിശ്വാസം വർദ്ധിച്ചു. എല്ലാവരും അവനിൽ വിശ്വസിക്കുന്നു. അമ്മയുടെ ഏറ്റവും വലിയൊരു മിഷനാണത്. എന്താണ്? എല്ലാവരും അവനിൽ വിശ്വസിക്കണം. അതാണ് മരിയൻ മിഷൻ. അതുകൊണ്ടാണ് നമ്മൾ മരിയൻ മിറക്കിളെല്ലാം ജനങ്ങൾക്ക് വിതരണം ചെയ്യണത്. എന്താണ്? അമ്മയുടെ ആഗ്രഹമാണത്. എന്താണ്? എല്ലാവരും അവനിൽ വിശ്വസിക്കണം. കർത്താവിനെ റീച്ച് ചെയ്യിക്കാനും കർത്താവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരവസരം അമ്മ നോക്കി പ്രാർത്ഥിച്ച് നടക്കിയിരുന്ന. എപ്പോഴാണ് ഈശോ ആരാണെന്ന് അമ്മയ്ക്കറിയാം. അമ്മ പ്രഗ്നൻ്റായ നിമിഷം പറഞ്ഞത് എലിസബത്ത് പറഞ്ഞപ്പോഴേ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ കാണാൻ എനിക്കെങ്ങനെ യോഗ്യതയെന്ന് പറഞ്ഞപ്പോഴേ അമ്മയ്ക്കൊരു ആനന്ദമുണ്ടായി. എന്താ ആനന്ദമുണ്ടായത്? എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അമ്മയ്ക്കറിയാൻ രക്ഷകനാണെന്നറിയാം. അതാണ് ലൂക്ക 1:47. എലിസബത്ത് എൻ്റെ കർത്താവിൻ്റെ അമ്മയെന്ന് പറഞ്ഞപ്പോഴേ അമ്മ കർത്താവിനെ അനുഭവിച്ചത് രക്ഷകനായിട്ടാണ്. അന്ന് മുതൽ അമ്മയുടെ മനസ്സാണ് ഈ രക്ഷകനെ ലോകത്തിന് വെളിപ്പെടുത്തണമെന്ന്. അമ്മ രക്ഷകനെ ലോകത്തിന് വെളിപ്പെടുത്താൻ ഇടം കണ്ടതാണ് കാന. അമ്മ നിശ്ചയിച്ച സ്ഥലമാണത്, അമ്മ നിശ്ചയിച്ച സമയമാണത്. ആകാശ ഭൂമിയും ദൈവത്തിൻ്റെതാണെങ്കിലും അമ്മയ്ക്ക് ഒരു മധ്യസ്ഥ എന്ന നിലയിൽ ആ ദൈവ സ്വാധീനങ്ങളുടെ മേലെ സമയത്തെ സ്വാധീനിക്കാൻ, സമയത്തെ സ്ഥലത്തെ നിശ്ചയിക്കാൻ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്ഥലത്തെ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയത്തെ നിശ്ചയിക്കാൻ ഒരു മധ്യസ്ഥ എന്ന നിലയിൽ, ഒരു സഹമധ്യസ്ഥ എന്ന നിലയിൽ അമ്മയ്ക്ക് മധ്യസ്ഥ സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം അടയാളങ്ങളുടെ പുസ്തകം ആരംഭിച്ചുകൊണ്ട് ആദ്യത്തെ അടയാളം ലോകസമക്ഷം യേശു രക്ഷകനാണെന്നുള്ള സൂചനയും സത്യവും വെളിപ്പെടുത്തുന്നത്. കൈ അടിച്ച് കർത്താണ് ചൊല്ലി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അമ്മയുടെ ആനന്ദം, യേശുവിനെ ലോകത്തിനെ കൊടുക്കുമ്പോൾ ആനന്ദം എന്താണ്? അമ്മ ആനന്ദിക്കുന്നത് രക്ഷകനായ ദൈവത്തിലാണ്. രക്ഷകനായ ദൈവത്തിൽ എല്ലാമുണ്ട്. വിടാസകനമുണ്ട്, കുരിശുമരണമുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഉയർത്തെഴുന്നേൽപ്പ് മാത്രമല്ല, അമ്മ പീഡകളിലും ആനന്ദിച്ച ആളാണ്. രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുമെന്ന് പറയുമ്പോൾ രക്ഷകനിലേക്ക് എത്തിച്ചേരണ ആ രക്ഷാനുഭവം ലോകത്തിൽ കൈമാറേണ്ടി വരുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ഒരു വിശ്വാസി ആനന്ദിക്കേണ്ടവനാണെന്നാണ് അമ്മയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയണത്. കൈ അടിച്ച് കിടത്താൻ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പം ക്രിസ്തീയ ആനന്ദം എന്ന് പറയുന്നത് ഭൗതിക വസ്തുക്കളുടെ ആനുകൂല്യങ്ങളിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒരു തൊലിപ്പുറത്തെ ആനന്ദമല്ല. അത് ആന്തരികമായ ആനന്ദവും അഭിഷേക വിധി പ്രകാരം ലഭിക്കുന്നതാണ്. ദൈവത്തെ നീ അന്വേഷിച്ച് കഴിയുമ്പോൾ ഏത് സാഹചര്യത്തിൽ, ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, അമ്മ പുൽത്തൊട്ടിയിലെ ഉണ്ണീശ്വരനെ പ്രസവിച്ച രാത്രി ആരോരുമില്ലാതെ നോക്കാനും തിരക്കാനും പറയാനും അന്വേഷിക്കാനും ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ ആവശ്യപിതാവിന് സ്ഥലം അറിയാൻ പറ്റാത്ത ഒരു പാതിരയുണ്ട്. അപ്പോഴും അമ്മയെ ആനന്ദിച്ചത് ആന്തരികമായ അഭിഷേകത്തിലാണ്. പ്രാർത്ഥിക്കുക, അമ്മേ, പരിശുദ്ധമ്മേ, യേശുവിനെ ലോകത്തിന് കൊടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക അഭിഷേകം ഉണ്ടായതുപോലെ യേശുവിന് വേണ്ടി സകലത്തിൻ്റെ സാക്ഷികളാകുന്ന എല്ലാ മുഹൂർത്തങ്ങളിലും കൃപയുടെ അഭിഷേകം നൽകി ഞങ്ങളെ യഥാർത്ഥ സാക്ഷ്യത്തിൻ്റെ സന്തോഷത്താൽ അഭിഷേകം ചെയ്യണമേ. സുതന്റെ രക്തക്കുളത്തിൽ അമ്മേ എന്നെ കുളിപ്പിക്കണേ. സുതന്റെ രക്തക്കുളത്തിൽ അമ്മേ എന്നെ കുളിപ്പിക്കണേ. കുളിപ്പിക്കണേ, എന്നെ പുതപ്പിക്കണേ, എന്നും കുളിപ്പിക്കണേ, എന്നെ പുതപ്പിക്കണേ. ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ, ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ, ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ, ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആദ്യത്തെ രക്തസാക്ഷ്യം, ആദ്യത്തെ വേദസാക്ഷ്യം ആരാണ്? പരിശുദ്ധ അമ്മയാണ്. യേശുക്രിസ്തുവിന് വേണ്ടി വചനത്തെ മാംസമാക്കി ലോകത്തിന് കൈമാറുന്ന വലിയ രക്ഷാകര സംഭവം ആദ്യം വചനം സ്വീകരിച്ചതും വചനം വളർത്തി ഉദരത്തിലും ഹൃദയത്തിലും നിറച്ച് പക്വമാക്കി ലോകത്തിലേക്ക് കൈമാറിയതിൻ്റെ പിന്നിലെ അമ്മ അനുഭവിച്ച എല്ലാ സങ്കടങ്ങളും വേദസാക്ഷികളുടെയും രക്തസാക്ഷികളുടെയും സന്തോഷമാണ്. പ്രാർത്ഥിക്കുക, അമ്മേ, പരിശുദ്ധ അമ്മേ, യേശുവിനെ ലോകത്തിന് കൊടുക്കാനുള്ള ആദ്യത്തെ രക്തസാക്ഷിയുടെയും ആദ്യത്തെ വേദസാക്ഷിയുടെയും സന്തോഷം അനുഭവിച്ച അതേ ആത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈ കാലഘട്ടത്തിലെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ കാലാവസ്ഥകളിലെ വിശ്വാസത്തിലെ ഇടറാതെ ദൈവസ്നേഹത്തോടെ സുവിശേഷത്തിൻ്റെ സാക്ഷികളാകാൻ അഭിഷേകത്തിൻ്റെ ആനന്ദത്താൽ ഞങ്ങൾ നിറക്കണമേ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നിങ്ങളിൽ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നിങ്ങളിൽ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളിൽ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സാക്ഷിയുടെ ലോകം മുഴുവനും സഹനം അനുഭവിക്കുന്ന ഒരു കാലമാണിത്. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് നൈജീരിയയിൽ കഴിഞ്ഞ ക്രിസ്മസ് രാത്രിയിൽ ജയിലുണ്ടായിരുന്ന 12 സുവിശേഷ സാക്ഷികളെ തീവ്രവാദികൾ ശിരച്ഛേദം ചെയ്ത് കഴിഞ്ഞു. കേരളത്തിലെ ഒരു മീഡിയയും അത് റിപ്പോർട്ട് ചെയ്തില്ല. അതിനുള്ള ധൈര്യം അവന്മാർക്കില്ല. അതാണ് പ്രശ്നം. ധൈര്യത്തോടെ ഒരു മീഡിയ മാത്രമേ അത് പറഞ്ഞുള്ളൂ. ഇവിടെ എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങി പേടിച്ചൊക്കെ ജീവിക്കുന്ന ഒരു മധ്യമ സമൂഹമാണ്. അതുകൊണ്ടാണ് അത് റിപ്പോർട്ട് ചെയ്യാതെ വന്നത്. നിരവധികൾ ലോകത്തിലെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലെ വിശ്വാസത്തിൻ്റെ പേരിൽ പീഡ അനുഭവിക്കുന്നുണ്ട്. അവർക്കെല്ലാം അമ്മയുടെ സഹനത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ ശക്തി കിട്ടാൻ വേണ്ടി വിശ്വാസി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സാക്ഷികളുടെ സന്തോഷമാണ്. അതിൻ്റെ ആദ്യത്തെ ആനന്ദം ആത്മാവ് നിറച്ചത് അമ്മയുടെ ആത്മാവിലാണെന്ന് നമ്മൾ കണ്ടു. നമ്മളും അത്രയും സാക്ഷികളുടെ സന്തോഷം. നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴേ നമ്മൾ ഉടമ്പടിയിൽ ഒത്തിരിയേറെ അപേക്ഷകൾ വെച്ചിട്ടുണ്ടല്ലേ? ജോലി, വീട്, വിവാഹം, സ്ഥലമില്ല. നിങ്ങൾ അതിനേക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കണത്. അതിലല്ല ശ്രദ്ധിക്കേണ്ടത്. അത് കർത്താവിൻ്റെ കാര്യമാണ്, നമ്മുടെ കാര്യമല്ല. നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് മനസ്സിലാകും എൻ്റെ കാര്യമെല്ലാം എൻ്റെ കർത്താവിൻ്റെ കാര്യമാണെന്ന്. നിൻ്റെ കാര്യവും എൻ്റെ കാര്യവും എല്ലാം കർത്താവിൻ്റെ കാര്യമായതുകൊണ്ടാണല്ലോ നമ്മൾ നിത്യത വരെ ജീവിക്കാൻ വേണ്ടി അവൻ കുറിച്ചെടുക്കേണ്ടി വന്നപ്പോൾ കുറിച്ച് വരെ എടുക്കാൻ അവൻ തയ്യാറായത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്ന മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്ന മഹാത്യാഗത്തെ. പകരം എന്തോ നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തോ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക എന്നല്ലേ ഈശോ പറഞ്ഞത്, അല്ലേ? ബാക്കിയുള്ളത് ഉടമ്പടി നിബന്ധനകളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത്. നിയോഗങ്ങളെല്ലാം ചേർത്ത് നൽകൂ. അതാണ് മത്തായിയുടെ സുവിശേഷം 6:33. ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കാൻ. ആദ്യം ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്നതിനെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കുക. ദൈവഭരണം വരട്ടെ. ദൈവഭരണം വരുമ്പോൾ ചേർത്ത് നൽകും. ദൈവഭരണം എന്താണ്? ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വിത്തിൻ യു. എങ്ങനെയാണ്? കിങ്ഡം ഓഫ് ഗോഡ്, വേർ ഗോഡ് റെയിൻസ്. എവിടെയാണ് ദൈവം ഭരണം നടക്കുന്നത്, എവിടെയാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ, കൽപ്പനകൾ പാലിക്കപ്പെട്ടുകൊണ്ട് ദൈവമഹത്വം നടക്കുന്നത്, എവിടെയാണ് ദൈവത്തിൻ്റെ മനസ്സ് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും ഏറ്റെടുക്കുന്നത്, അപ്പോൾ ദൈവരാജ്യമായി. ദൈവരാജ്യം പുലർന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ചേർത്ത് നൽകും. എല്ലാം ചേർത്ത് നൽകപ്പെടാണ്. നിൻ്റെ വീട്, ജോലി, വിവാഹം, നിൻ്റെ പ്രൊമോഷൻ, നിൻ്റെ രോഗസൗഖ്യങ്ങളെല്ലാം ചേർത്ത് നൽകാനുള്ളതാണ്. എപ്പോഴാണ്? നീ ദൈവരാജ്യത്തിലായിരിക്കുമ്പോൾ. അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ 6:9 മത്തായി സുവിശേഷത്തിൽ കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുവാൻ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന പറഞ്ഞു തന്നത്. സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന ദൈവരാജ്യം നമ്മൾ പുലരുമ്പോൾ ബാക്കിയെല്ലാം ചേർത്ത് നൽകുന്നതാണ്. കൈയ്യടിച്ച് കർത്താവ് ചൊല്ലുക.
കുരിശിൽ കണ്ടു ഞാൻ ജീവിതത്തെ ആഴമാനതി മഹത്വത്തെ പകരം എന്തോ നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥൻ പകരം എന്തോ നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അമ്മ കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ സാക്ഷി ആരാണ്? എസ്തപ്പാനോസാ. നമ്മൾ 26-ാം തീയതി എസ്തപ്പാനോസിൻ്റെ തിരുനാളാണ് ആഘോഷിച്ചത്. ആദ്യത്തെ രക്തസാക്ഷി. ആ മുഹൂർത്തത്തെ ബൈബിൾ അതിമനോഹരമായിട്ട് അവതരിപ്പിക്കും. എന്താണ്? എസ്തപ്പാന് ചുറ്റും എല്ലാ ശത്രുക്കളും ഒരുമിച്ച് ആക്രമിക്കാൻ വേണ്ടി, അവൻ്റെ തലയെറിഞ്ഞ് പൊട്ടിക്കാൻ വേണ്ടി കല്ലുകൾ പെറുക്കി എറിയാൻ തുടങ്ങുമ്പോഴേ ബൈബിള് കല്ലുകളെയല്ല നോക്കണത്, എസ്തപ്പാൻ്റെ മുഖത്തേക്കാണ് നോക്കണത്. എസ്തപ്പാൻ്റെ മുഖത്തേക്ക് ബൈബിൾ നോക്കിയിട്ട് പറയും, ഇപ്പോൾ എസ്തപ്പാനെ നോക്കിക്കേ, ഈ സാക്ഷിയെ നോക്കിക്കേ, കർത്താവിന് ലോകത്തിന് കൊടുക്കാൻ വേണ്ടി യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഈ സാക്ഷിയെ നോക്കിക്കേ. അവൻ്റെ കണ്ണുകൾ കണ്ടില്ലേ, അവൻ്റെ മുഖം കണ്ടില്ലേ, അവൻ്റെ നെറ്റി കണ്ടില്ലേ, അത് ദൈവദൂതന്മാരെ തിളങ്ങുന്നു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. സ്തെഫാനോസിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. സ്തെഫാനോസിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. മരണത്തിൻ മുൻപിൽ കഷ്ടത നൽകി ദൈവത്തെ ഉയർത്തിയ ആത്മശക്തി. മരണത്തിൻ മുൻപിൽ കഷ്ടത നടുവിൽ ദൈവത്തെ ഉയർത്തിയ ആത്മശക്തി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. എസ്തപ്പാന് ശത്രുക്കളുടെ മുഖത്തേക്കല്ല നോക്കിയത്. ബൈബിൾ ഒരു സമീപനമാണ്, സാക്ഷ്യം ഒരു സമീപനമാണ്, ക്രിസ്തു സാക്ഷികളെ ഒരു സമീപനമാണ്. എന്താണ് ക്രിസ്തു സാക്ഷി നോക്കിയത്? കല്ലുകളെയല്ല നോക്കിയത്, തന്നെ ആക്രമിക്കാൻ പോകുന്ന കല്ലുകളെ, പറന്നു വരുന്ന തൻ്റെ ചങ്കിനും നെറ്റിക്കും നേരെ പറന്നു വരുന്ന കല്ലുകളെയല്ല നോക്കിയത്. എസ്തപ്പാൻ ശത്രുക്കളുടെ മുഖത്തേക്ക് അവർ നോക്കിയത്. എസ്തപ്പാൻ എവിടെയാണ് നോക്കിയതെന്ന് സകലത്തിന് നിമിഷങ്ങളിൽ സാക്ഷികൾ എങ്ങോട്ട് നോക്കണമെന്ന് കർത്താവിൻ്റെ വചനം പറയും. ഇത് കർത്താവിൻ്റെ വചനം മാത്രമേ ലോകത്തോട് അങ്ങനെ ധൈര്യമായിട്ട് പറയത്തുള്ളൂ. എസ്തപ്പാൻ എവിടെയാണ് നോക്കിയത്? അവൻ മുകളിലേക്ക് നോക്കിയെന്നാ, അല്ലേ? സകല സമയങ്ങളിൽ സാക്ഷികൾ എവിടെ നോക്കണത്? മുകളിലേക്ക് നോക്കും, താഴേക്ക് നോക്കത്തില്ല, നിരാശപ്പെടത്തില്ല. ആരെയും ശത്രുക്കൾ ആരാണെന്ന് നോക്കത്തില്ല, വൈരാഗ്യം വർദ്ധിപ്പിക്കത്തില്ല. പിന്നെ ആരെ നോക്കും? ദൈവത്തെ നോക്കും. ദൈവപൈതലെ, ഇതിനേക്കാൾ വലിയ സന്ദേശം എന്തുണ്ട് ലോകത്തിന് കൊടുക്കാൻ? നടപടി പുസ്തകം 7:55. എസ്തപ്പാൻ മുകളിലേക്ക് നോക്കി. ആരെക്കാണ് മുകളിലേക്ക് നോക്കിയത്? ഈ സഹനത്തെ ജയിച്ച ഒരാളുണ്ട്, ഒരാൾ മാത്രമേ ഉള്ളൂ, അവനെ നോക്കിയതാണ്. അപ്പോൾ ആകാശം തുറന്നിരിക്കുന്നത് കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിതാവിൻ്റെ വലതു ഭാഗത്ത് ഉയർത്തെഴുന്നേറ്റ് മരണത്തെ ജയിച്ചവനെ കണ്ട് കൈയിടിച്ച് കിടന്നാണ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, 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 ഹല്ലേലൂയ. തുറക്കുന്നതും ദൈവമീരിക്കുന്നതും കാണുവാനും ഉൾക്കണ്ണു തുറന്നിടണേ. സ്തെഫാനോസിനെ പോൽ നിന്നുമെന്നും ഞങ്ങളെ സത്യത്തിന്റെ സാക്ഷികളാക്കണമേ. സ്വർഗ്ഗം തുറക്കുന്നതും ദൈവമീരിക്കുന്നതും കാണുവാനും ഉൾക്കണ്ണു തുറന്നിടണേ. സ്തെഫാനോസിനെ പോൽ നിന്നുമെന്നും ഞങ്ങളെ സത്യത്തിന്റെ സാക്ഷികളാക്കണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സഹനങ്ങൾ, രോഗങ്ങൾ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ,
ഉണ്ടാകുമ്പോൾ അതുണ്ടാക്കിയവരെ നോക്കിക്കൊണ്ട് വൈരാഗ്യവും മത്സരവും നിരാശയും തോന്നാതെ കർത്താവേ എല്ലാ സഹനങ്ങളെയും മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറിയ മഹത്വരാജനെ നോക്കുവാനുള്ള വിശ്വാസത്താൽ പ്രത്യാശയാൽ ഞങ്ങളെ ദൈവസ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്വരത്തിലെ മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉത്ഥാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു.